എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. 11-9 അവിടെ ചെറിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. 11-9 പിന്നെ NDA ഒന്നും കൂടെ നമുക്ക് 20 മണ്ഡലങ്ങളേ ഉള്ളൂ. നമുക്ക് 20 മണ്ഡലങ്ങളേ ഉള്ളൂ. ലീഡ് ഉയർത്തുന്നു എം മുകേഷ് 114 വോട്ടുകൾക്ക് മുന്നിൽ. നീ വെറുതെ നുണ പറയരുത്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? നേരത്തെ 80, 32, 40 ഒക്കെ വന്നിരുന്നു. ഇപ്പൊ അത് 114 ആയിട്ടുണ്ട്. മുകേഷ് അണ്ണൻ, അതെ, മുകേഷ് അണ്ണൻ 112. ശൈലജ ടീച്ചർ ലീഡ് ചെയ്യുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ നേരത്തെ 515 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചർ ആദ്യമായി ലീഡ് എടുക്കുന്നു. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന സത്യം. പത്തനംതിട്ടയിൽ ഡോക്ടർ ഐസക് ലീഡ് ഉയർത്തുന്നു 120. 1-2-0. അതെ, 120 വോട്ടുകൾ. സന്തോഷായ ചോട്ടാ, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. UDF നേടിയ മേൽക്കൈ മെല്ലെ LDF പിടിച്ചിരിക്കുന്നു. 10-9-1 എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിലയിലാണ് ആ ലീഡ് നില. ഭയങ്കരം തന്നെ. 11-9 അവിടെ ചെറിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. 11-9 പിന്നെ NDA ഒന്നും കൂടെ നമുക്ക് 20 മണ്ഡലങ്ങളേ ഉള്ളൂ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ മാറി അല്ല, പിന്നെ വിഷയമുണ്ട്. ഇത് പറ്റില്ല കേട്ടാ. അപ്പൊ കണ്ണൂരിൽ LDF 9 വോട്ടുകൾക്ക് മുന്നിൽ. കണ്ണൂരിൽ LDF 9 വോട്ടുകൾക്ക് മുന്നിലാണ്. കണ്ണൂർ ആദ്യം വിജോയ് ലീഡ് ഉയർത്തുന്നു 73 വോട്ടുകൾ. പോസ്റ്റൽ വോട്ടുകളിൽ ആറ്റിങ്ങലിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നു വിജോയ് 73 വോട്ടുകൾ. എൻജോയ്. എനിക്ക് നിങ്ങളുടെ പുളിച്ച വിറ്റൊന്നും കേട്ടണ്ട. എൻജോയ് ചെയ്യാൻ ജോയ്ക്കാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാവേലിക്കര 14 വോട്ടുകൾക്ക് മുന്നിൽ. മാവേലിക്കരയിൽ അരുൺകുമാർ LDF 14 വോട്ടുകൾക്ക് ആദ്യഘട്ടത്തിൽ മുന്നിൽ. എന്താ എന്റെ ഉദ്ദേശം? ശശി തരൂരിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. 2019 പോലൊരു വിജയം തിരുവനന്തപുരത്തുണ്ടാകും. ഭൂരിപക്ഷം എത്രയെന്ന് പറയുന്നില്ല. ദേശീയ തലത്തിലെ എക്സിറ്റ് പോളുകൾ അദ്ദേഹത്തിന് അതിശയം തോന്നി. ഒന്നാമത്തെ വാചകം കണ്ടോ? വീഴ്ചയോ കുറവോ ഉണ്ടെങ്കിൽ മാറ്റം വേണം. ആരുടെ കാര്യമാണോ വെറുതെ കിടന്ന് ഉരുളാദാശനെ. അത് നമുക്ക് പിന്നെ നോക്കാം. കാര്യമാണോ അതോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യമാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. പോരായ്മകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ പറഞ്ഞു വെക്കുന്ന എന്തിനാണോ? ഒന്ന് ഓഫ് ചെയ്യുമോ? ചുമ്മാ വഷളത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു.